ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസിന്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ കാണാത്തവർ അത് പോയി കാണണേ. നമ്മൾ 2025 PSC നടത്തിയ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ദിവസവും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചാണ് നോക്കി പോകുന്നത് കേട്ടോ. എന്താണ് ഇതിന്റെ നേട്ടം? നമുക്കറിയാം, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഓരോ ദിവസം നോക്കി പോകുമ്പോൾ അനലൈസ് ചെയ്യുന്നതിലൂടെ എന്താണ് പഠിച്ച കാര്യങ്ങൾ നമ്മൾ എത്രത്തോളം ഓർത്തെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കാൻ പറ്റും ട്ടോ. അതുപോലെ ഓരോ ഭാഗത്തു നിന്നും എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നതെന്നും പിന്നെ അതുപോലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ആയിട്ട് നമുക്ക് ഒന്നുകൂടി പരിചയപ്പെടാനും കഴിയും ട്ടോ. അതുപോലെ തന്നെ ചില ടോപ്പിക്സുകളും ചില ക്വസ്റ്റ്യൻസും ഒക്കെ PSC സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. ഇത്തരം ടോപ്പിക്സുകൾ ഏതാണെന്നുകൂടി നമുക്കൊന്നുകൂടി മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പായി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം ട്ടോ. നല്ലതാണെങ്കിൽ നല്ല കമന്റ് ഇടുക, അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ 025/2025 എന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2024 ലോകത്തിലെ ഏറ്റവും മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ഏതെന്നാണ് ട്ടോ. ഇതില് ഓപ്ഷൻ ഡി ലാഹോർ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹിയാണ് ട്ടോ. ഡൽഹിയാണ് തലസ്ഥാന നഗരം. ലോകത്തിലെ ഏറ്റവും മലിനമായ തലസ്ഥാന നഗരം ചോദിച്ചാൽ അത് ഡൽഹിയാണ്. മലിനമായ നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ള നഗരം ലാഹോർ ആണ് ട്ടോ. ഇനി ഏറ്റവും കൂടുതൽ വൃത്തിയുള്ള നഗരം ദുബായ് ആണ്. ദുബായ്. ഓക്കെ, ഏറ്റവും വൃത്തിയുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഒന്നാമതുള്ളത് ദുബായ് ആണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്ന ഭരണാധികാരികളുടെ അവരുടെ ഭരണ കാലഘട്ടം അനുസരിച്ച് ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതില് ശരിയായിട്ടുള്ള ക്രമം ഓപ്ഷൻ എ ആണ്. അതായത് 2, 1, 4, 3 എന്നുള്ള ക്രമമാണ് കേട്ടോ. അതായത് ശ്രീഗുപ്തനാണ് ഒന്നാമത്തത്, രണ്ടാമത്തത് ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, മൂന്നാമത്തത് സമുദ്രഗുപ്തൻ, നാലാമത്തത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ. ഓക്കെ, ഈ ഒരു ഓർഡറിലാണ് വരുന്നത്. ഇനി അടുത്തത് തിമൂറിന്റെ ഇന്ത്യൻ ആക്രമണം നടന്ന വർഷമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ. 1398 എന്നുള്ളതാണ് ആൻസർ. തിമൂറിന്റെ ഇന്ത്യൻ ആക്രമണം നടന്ന വർഷം 1398. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരെന്നാണ് കേട്ടോ. ഇതില് ആൻസർ ആയിട്ട് വരുന്നത് EMS നമ്പൂതിരിപ്പാടാണ്. EMS നമ്പൂതിരിപ്പാട് എഴുതിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് കേരളം മലയാളികളുടെ മാതൃഭൂമി. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പരിശോധിച്ച് 1857 കലാപത്തിന്റെ നേതാക്കന്മാർ അവരുടെ കലാപത്തിന് നേതൃത്വം നൽകിയ സ്ഥലങ്ങൾ എന്നിവ ശരിയായ രീതിയിൽ യോജിപ്പിച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇതില് ഓപ്ഷൻ ബി ആണ്. ഈ ഒരു ഓർഡറിലാണ് എഴുതേണ്ടത്. അതായത് എന്താണ്, ബഹാദൂർ ഷാ രണ്ടാമൻ ഡൽഹി, ബഹാദൂർ ഷാ രണ്ടാമൻ ഡൽഹി. അതുപോലെ പിന്നെ കൻവർ സിംഗ് ആറ, നാനാ സാഹിബ് കാൺപൂരാണ്, റാണി ലക്ഷ്മിബായി ഗ്വാളിയോർ ട്ടോ. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇത് പഠിക്കുന്നത്. ഇതെല്ലാ വർഷവും PSC ഒരു ചോദിക്കാറുള്ള ക്വസ്റ്റ്യന് വരുന്നതാണ്. 1857 വിപ്ലവത്തിന് കലാപകാരികളും സ്ഥലങ്ങളും. ഓക്കെ, ആറാമത്തെ ക്വസ്റ്റ്യൻ. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസമാണ് ചോദിക്കുന്നത്. 2025 ജനുവരി 19 ആണ് ആൻസർ. 2025 ജനുവരി 19 ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ താൽക്കാലിക വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ദിവസം കേട്ടോ. അപ്പൊ ഓരോ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ തന്നെ പഠിച്ചു പോകട്ടോ. ഇനി അടുത്തത് 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത് ആർക്ക് എന്നാണ്. 2024 ഓടക്കുഴൽ അവാർഡാണ് ചോദിച്ചത്. ആരാണ്? കെ അരവിന്ദാക്ഷനാണ് 2024 ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. കെ അരവിന്ദാക്ഷനാണ് കേട്ടോ. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ ആൻസർ ആയിട്ട് പിന്നെ ഓപ്ഷൻസ് കൊടുത്ത് നോക്കാം. PN ഗോപികൃഷ്ണൻ. PN ഗോപികൃഷ്ണൻ 2023 ഓടക്കുഴൽ അവാർഡ് ജേതാവാണ് കേട്ടോ. PN ഗോപികൃഷ്ണൻ. അതുപോലെ അംബികാസുധൻ മങ്ങാട് 2022. ഓക്കെ, കെ അരവിന്ദാക്ഷൻ 2024. ഓക്കെ, ഇത് പഠിച്ചു വെക്കട്ടോ. അപ്പൊ 2022 അംബികാസുധൻ മങ്ങാട്, 2023 PN ഗോപികൃഷ്ണൻ, 2024 കെ അരവിന്ദാക്ഷൻ. ഇതും ഇങ്ങനെ ഇനിയും ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ. പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലം ആരുമായി ബന്ധപ്പെട്ടതാണെന്നാണ് കേട്ടോ. ഓപ്ഷൻ എ കുഞ്ചൻ നമ്പ്യാരാണ്. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മനാടാണ് കിള്ളിക്കുറിശി മംഗലം, പാലക്കാട് ജില്ലയിലാണ്.
ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരം ആരെന്നാണ് കേട്ടോ. 2 മെഡൽ നേടുന്ന ആദ്യ കായിക താരമാണ് ചോദിച്ചത്. ഏതാണ്? മനു ഭാക്കർ ആണ് ആൻസർ. ഓപ്ഷൻ സി മനു ഭാക്കർ. ഓക്കെ, ഇവിടെ ആൻസർ മനു ഭാക്കർ ആണ്. എന്നാൽ ഇതിന് ക്വസ്റ്റ്യൻസ് മറ്റൊരു രീതിയിൽ വന്നിട്ടുണ്ടെങ്കിൽ, അതായത് 2 വ്യത്യസ്ത ഒളിമ്പിക്സുകളിലായിട്ട് 2 മെഡലുകൾ നേടിയത് ആരാന്ന് ചോദിച്ചിട്ടുള്ളത്. അതിൽ സുശീൽ കുമാറും PV സിന്ധു ഉണ്ട് കേട്ടോ. സുശീൽ കുമാർ, PV സിന്ധു. PV സിന്ധു ഇവരെന്താണ് ഈ ഒരു മനു ഭാക്കറുമായിട്ട് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 2 വ്യത്യസ്ത ഒളിമ്പിക്സുകളിലായിട്ട് 2 മെഡലുകൾ നേടിയവരാണ് PV സിന്ധുവും സുശീൽ കുമാറും കേട്ടോ. എന്നാൽ മനു ഭാക്കറോ സ്വതന്ത്ര ഇന്ത്യയിലെ ഒരു ഒളിമ്പിക്സ് തന്നെ 2 മെഡൽ നേടുന്ന ആദ്യത്തെ കായിക താരമാണ്. ഓക്കെ, ഇനി താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക വിശകലനം ചെയ്ത് സാഹിത്യകാരന്മാർ അവരുടെ കൃതികൾ എന്നിവ ശരിയായ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞത് കേട്ടോ. ഇതില് ഓപ്ഷൻ A ആണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പൊ നോക്കാം. വർണ്ണരാജി എഴുതിയിട്ടുള്ളത് M ലീലാവതിയാണ് കേട്ടോ. M ലീലാവതിയാണ്. ഇനി സഫലമി യാത്ര NN കക്കാടാണ്. ഇനി ശ്യാമമാധവം എഴുതിയിട്ടുള്ളത് പ്രഭാവർമ്മ കേട്ടോ. ശ്യാമമാധവം, പ്രഭാവർമ്മ. മധുരം നിന്റെ ജീവിതം KP അപ്പൻ. ഓക്കെ, ഈ ഒരു ഓർഡർ ആണ് വരുന്നത്. അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ, എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന മേഖല ഏതെന്നാണ്. അപ്പൊ ഇതിലെ മിതോഷ്ണ മേഖലയാണ് എന്ത്? എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്ന മേഖലയാണ് മിതോഷ്ണ മേഖല, മിതോഷ്ണ പ്രദേശങ്ങൾ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ എന്താണ് വിളിക്കുന്നത്? ഏതാണ്? ശിലാമണ്ഡലം എന്നാണ് വിളിക്കുന്നത്. ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെ ശിലാമണ്ഡലം എന്നാണ് വിളിക്കുന്നത്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ, ഭൂപടത്തിൽ നൽകിയിട്ടുള്ളതിൽ ഏത് രീതിയിലുള്ള തോതാണ് നമുക്ക് അനായാസം മനസ്സിലാക്കാൻ കഴിയുക എന്നാണ്. ഏതാണ്? പ്രസ്താവന രീതിയിലാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതി പ്രസ്താവന രീതിയാണ്. ഇതെന്താണ്? ഭൂപടത്തിൽ നൽകിയിട്ടുള്ളതിൽ ഉള്ള അനായാസം മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു തോതാണ് പ്രസ്താവന രീതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന മേഖല ഏതാണെന്നാണ് കേട്ടോ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ആർക്കാണ് ലഭിച്ചതെന്നാണ്. ആർക്കാണ്? മാധവ് ഗാഡ്ഗിലിനാണ് 2024 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് മാധവ് ഗാഡ്ഗിലിനാണ് കേട്ടോ. ഓക്കെ, അപ്പൊ 2025 ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സുപ്രിയ സാഹുവിനാണ് കേട്ടോ. സുപ്രിയ സാഹു 2025 ലഭിച്ചത് സുപ്രിയ സാഹു. ഓക്കെ, ഇനി 2023 ലഭിച്ചത് ആർക്കാണ്? പൂർണിമ ദേവി വർമ്മനാണ് കേട്ടോ. അത് സുപ്രിയ സാഹുവിന് 2025 2023 ലഭിച്ചത് ആർക്കാണ്? പൂർണിമ ദേവി ബർമനാണ്. പൂർണിമ ദേവിക്കാണ് കേട്ടോ. പൂർണിമ ദേവി. ഓക്കെ, 2024 മാധവ് ഗാഡ്ഗിലിനാണ്, 2025 സുപ്രിയ സാഹുവിനാണ്, 2023 പൂർണിമ ദേവി. അടുത്ത ക്വസ്റ്റ്യൻ, കാർഷിക മേഖല വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതെന്നാണ് ചോദിച്ചത് കേട്ടോ. അപ്പൊ എന്താണ്? കാർഷിക മേഖല വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം, ഇവയൊക്കെ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇതിലേതാണ്? നബാർഡ് ആൻസർ കേട്ടോ. വർഷം നോട്ട് ചെയ്യുക. നബാർഡ് വന്നത് 1982 നിലവിൽ വന്നത് നബാർഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി രൂപീകരണത്തിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളി ആണെന്നാണ്. KN രാജ് ആണ്. KN രാജ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? ഇതിൽ ഏതായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം? നമുക്കറിയാം സുസ്ഥിര വികസനമാണ് അല്ലെ. സുസ്ഥിര വികസനമാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. വർഷം ഏതായിരുന്നു? 2012 മുതൽ 2017 വരെയാണ് 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം കേട്ടോ.
ഇനി അടുത്തത് 19ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യമല്ലാത്തതാണ് ചോദിച്ചത് കേട്ടോ. ഏതൊക്കെയാണ്? വ്യവസായ മേഖലയിലെ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മധ്യവർഗത്തെ ഉപയോഗിച്ച് സ്ഥിര സാമ്പത്തിക വളർച്ച, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക, ജൈവ കൃഷിരീതികൾ അവലംബിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക. ഇതിലേതാണ് ലക്ഷ്യമല്ലാത്തത് എന്നാണ് ചോദിച്ചത്. ഇതിലേതാണ് ലക്ഷ്യമല്ലാത്തത്? ജൈവ കൃഷിരീതികൾ അവലംബിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക. ഓക്കെ, ഇതാണ് ആൻസർ. പക്ഷെ എന്താണ് ബാക്കിയുള്ള ഓപ്ഷൻസ് പഠിക്കണം കേട്ടോ. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ പെട്ടതാണ് ഈ ബാക്കി 3 ഇത് നേരെ തിരിച്ചു ചോദിക്കാം. ലക്ഷ്യങ്ങളിൽ പെട്ടത് ഏതൊക്കെയാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ. കുടുംബശ്രീ ആരംഭിച്ച കാലത്തെ പഞ്ചവത്സര പദ്ധതി ഏതെന്ന്? ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ ആരംഭിച്ചത് എന്നാണ് ചോദിച്ചത്. ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കുടുംബശ്രീ ആരംഭിച്ചത്. 9ാം കുടുംബശ്രീ. ഓക്കെ. ഇനി അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ. രാഷ്ട്രപതിയുടെ നിയമനിർമ്മാണ അധികാരവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ്? ശരിയായ പ്രസ്താവന ആണ് ചോദിച്ചിട്ടുള്ളത്. പ്രസ്താവനകൾ ഒന്ന് വായിക്കാം. ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാം, ബില്ലുകളിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം, രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനയച്ച സംസ്ഥാന ബില്ലുകൾക്ക് അംഗീകാരം നൽകാൻ 1 വർഷത്തെ സമയപരിധി ലഭിക്കുന്നു. ഇതിൽ എന്താണ്? ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിലേതാണ്? ഓപ്ഷൻ സി ആണ്. അതായത് 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയക്കുന്ന ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാം, അതുപോലെ ബില്ലുകളിൽ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. പക്ഷെ എന്താണ്? രാഷ്ട്രപതിയുടെ അംഗീകാരത്തിന് അയച്ച സംസ്ഥാന ബില്ലുകൾക്ക് അംഗീകാരം നൽകാൻ 1 വർഷത്തെ സമയപരിധി ലഭിക്കുന്നുള്ളത് തെറ്റാണ് കേട്ടോ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് ഓപ്ഷൻ സി ആണ് കേട്ടോ പറഞ്ഞത്. ഓപ്ഷൻ സി. ഇനി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ലോകത്തിലെ മറ്റു ഭരണഘടനകളുടെ സവിശേഷതകളുണ്ട്. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ലോകത്തിലെ മറ്റു ഭരണഘടനകളുടെ സവിശേഷതകളുണ്ട്. ഇനി താഴെ പറയുന്ന പ്രസ്താവന ശരിയായത് ഏതെന്നാണ് കേട്ടോ. ഒന്നാമത്, നിർദ്ദേശക തത്വങ്ങൾ റഷ്യൻ ഭരണഘടനയുടെ സ്വാധീനത്താൽ രൂപം കൊണ്ടതാണ്. 2, ലോകസഭാ സ്പീക്കറുടെ പദവി ബ്രിട്ടീഷ് ഭരണഘടനാ മാതൃകയിൽ ഉള്ളതാണ്. 3ാമത്തേത്, മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് രൂപം കൊണ്ടതാണ്. ഇതിൽ ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ? 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അതായത് ലോകസഭാ സ്പീക്കറുടെ പദവി ബ്രിട്ടീഷ് ഭരണഘടനാ മാതൃകയിൽ ഉള്ളതാണ്, അതുപോലെ മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് രൂപം കൊണ്ടതാണെന്ന്. നിർദ്ദേശക തത്വങ്ങൾ റഷ്യൻ ഭരണഘടന സ്വാധീനത്താൽ രൂപം കൊണ്ടതാണെന്നുള്ളത് തെറ്റാണ് കേട്ടോ. ഓക്കെ, നിർദ്ദേശക തത്വങ്ങൾ റഷ്യൻ ഭരണഘടനയിൽ നിന്നല്ല, അയർലാൻഡിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത് കേട്ടോ. അയർലാൻഡിൽ നിന്നാണ്. അയർലാൻഡ്. ഓക്കെ, അയർലാൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ. കേന്ദ്ര മന്ത്രിസഭയുടെ അംഗസംഖ്യ ലോകസഭയുടെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന ഭരണഘടനാ ഭേദഗതി ഏതെന്നാണ്? എന്താണ്? കേന്ദ്ര മന്ത്രിസഭയുടെ അംഗസംഖ്യ ലോകസഭയുടെ അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന്റെ ഭരണഘടനാ ഭേദഗതി ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി, 91ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ ഒരു സംഭവം പറഞ്ഞിട്ടുള്ളത് കേട്ടോ. 91ാമത് ഭരണഘടനാ ഭേദഗതി. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെച്ച് ഒഴിയുകയാണെങ്കിൽ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? ഒരു ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെച്ച് ഒഴിയുകയാണെങ്കിൽ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് നൽകേണ്ടത്. ഒരു ഹൈക്കോടതി ജഡ്ജി പദവിയിൽ നിന്ന് രാജിവെച്ച് ഒഴിയുകയാണെങ്കിൽ രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്ക്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിൻ്റെതാണ്? ശ്രദ്ധിക്കുക, മുബാറക് അൽ കബീർ എന്ന പരമോന്നത സിവിലിയൻ പദവി ഏത് രാജ്യത്തിൻ്റെതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കുവൈത്ത് ആണ് കേട്ടോ. ഓക്കെ, അറബ് രാജ്യമാണെന്ന് മനസ്സിലാവും, പക്ഷെ ഇതിൽ എല്ലാം അറബ് രാജ്യങ്ങൾ തന്നെയാണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. കുവൈത്തിന്റെ ഒരു പരമോന്നത സിവിലിയൻ പദവിയാണ് മുബാറക് അൽ കബീർ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രസ്താവനയിൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് പ്രസ്താവന? മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട സിവിൽ കേസുകളിൽ തീർപ്പ് കൽപ്പിക്കുന്നു, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട പരാതികളും കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നു, മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, നയങ്ങൾ എന്നിവ പുനഃപരിശോധിക്കുന്നു. ഇതിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇതില്
ഏതൊക്കെയാണ്? 3ഉം 2ഉം മാത്രം എന്നുള്ള ഓപ്ഷനാണ് ശരി ട്ടോ. അതായത് മനുഷ്യാവകാശം ബന്ധപ്പെട്ട സിവിൽ കേസുകളെ തീർപ്പ് കൽപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ കമ്മീഷൻ അല്ല, കോടതിയാണ്. അതുപോലെ മനുഷ്യാവകാശം ബന്ധപ്പെട്ട പരാതികളും കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ ബന്ധപ്പെട്ട നിയമങ്ങൾ, നയങ്ങൾ എന്നിവ പുനഃപരിശോധിക്കുന്നതും ആരാണ്? കമ്മീഷനാണ്. ഓക്കെ, അടുത്തത് 27ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സംസ്ഥാനത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പേര് എന്ത് എന്നാണ് ട്ടോ. ഇതില് ആൻസർ കീ ആയിട്ട് കൊടുത്തിട്ടുള്ളത് എസ് സുരേഷ് കുമാർ ആയിരുന്നു. പക്ഷെ ഇത് തെറ്റാണ്. ഫൈനൽ ആൻസർ കീയിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇതിന്റെ ശരിയായിട്ടുള്ള ആൻസർ സഞ്ജയ് കൗൾ ആണ്. സഞ്ജയ് കൗൾ ആണ്. ഓക്കെ, പക്ഷെ കേരള സംസ്ഥാനത്തിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിച്ചാലാണ് സഞ്ജയ് കൗൾ. തിരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ്? ഷാജഹാൻ ആണ് കേട്ടോ. ഓക്കെ, കേരളത്തിലെ നിലവിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിച്ചാല് ഷാജഹാൻ ആണ്. ഓക്കെ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് സഞ്ജയ് കൗൾ. മാറിപ്പോയത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 28ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിലാളിക്ക് ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ എത്ര എന്നാണ് കേട്ടോ. 28ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇത് എത്രയാണ്? 100 ദിവസമാണ് ലഭിക്കുന്നത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഒരു തൊഴിലാളിക്ക് ഒരു സാമ്പത്തിക വർഷം ലഭിക്കുന്ന ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ 100 ദിവസമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ഏതെന്നാണ് ക്വസ്റ്റ്യൻ അടുത്ത് കേട്ടോ. ഏതാണ്? KSEB ആണ് കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം. KSEB ആണ്, കേരളത്തിലെ ആണ് ചോദിച്ചത്. ഓക്കെ, അടുത്തത് 30ാമത്തെ ക്വസ്റ്റ്യൻ. മെമ്മറി ഉപകരണങ്ങളുടെ കാര്യത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ശരിയായിട്ടുള്ള ഒരു പ്രസ്താവന ആണ് ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? മുകളിൽ പറഞ്ഞത് എല്ലാം ശരിയാണെന്നാണ് ആൻസർ കേട്ടോ. അതായത് മെമ്മറി ഉപകരണങ്ങളുടെ പ്രോസസ്സിങ്ങിനായി ഡാറ്റയും നിർദ്ദേശങ്ങളും സംഭരിക്കാൻ ഉപയോഗിക്കുന്നു. അതുപോലെ പ്രൈമറി മെമ്മറി വേഗത ഏറിയതാണെങ്കിലും ഇത് സാധാരണയായി സെക്കൻഡറി മെമ്മറിയെ അപേക്ഷിച്ച് ചെറിയ സംഭരണ ശേഷി മാത്രമേ ഉള്ളൂ. റോമും ഫ്ലാഷ് മെമ്മറിയും ഹാർഡ് ഡ്രൈവുകളും നോൺ വോളറ്റൈൽ മെമ്മറിയുടെ ഉദാഹരണങ്ങളാണ്. ഇതൊക്കെ പഠിക്കേണ്ടതാണ് കേട്ടോ. മെമ്മറി ഉപകരണങ്ങളുടെ കാര്യത്തിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ഇതെല്ലാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഏതാണ് പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനായി പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്? ഓക്കെ, ഇതൊക്കെ IT എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏതാണ് പ്ലാറ്റ്ഫോമുകളിൽ ഏതാണ് പ്രൊഫഷണൽ നെറ്റ്വർക്കിങ്ങിനായി പ്രധാനമായിട്ടും രൂപകൽപ്പന ചെയ്തത് എന്നാണ് ചോദിച്ചത്. ഏതാണ്? ലിങ്ക്ഡിൻ ആണ് കേട്ടോ. ലിങ്ക്ഡിൻ ആൻസർ. അടുത്തത് 32ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഡാറ്റ അയക്കാൻ കഴിയുമ്പോഴും ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ ഡാറ്റ അയക്കാൻ കഴിയുമ്പോഴും ലഭിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പ്രശ്നമാകാൻ സാധ്യതയുള്ളത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇതിലേതാണ്? മുകളിൽ പറഞ്ഞവ എല്ലാം പ്രശ്നമാകാൻ സാധ്യതയുള്ളതാണ്. തെറ്റായ IP കോൺഫിഗറേഷൻ വരും. ഇൻകമിംഗ് ട്രാഫിക് തടയുന്ന ഫയർവാള്, പിഴവുള്ള നെറ്റ്വർക്ക് കേബിൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. IT ആക്ട് 2000 പ്രകാരം ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ സി ആണ്. ഒരു ഇലക്ട്രോണിക് സന്ദേശം അയച്ച വ്യക്തിയുടെ തിരിച്ചറിയൽ സാധൂകരിക്കുന്നു. അപ്പം IT ആക്ട് 2000 പ്രകാരം ഡിജിറ്റൽ സിഗ്നേച്ചറുകൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു ഇലക്ട്രോണിക് സന്ദേശം അയച്ച വ്യക്തിയുടെ തിരിച്ചറിയൽ സാധൂകരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, 34ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ഉദ്ദേശമായി കണക്കാക്കുന്നത്? വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ഉദ്ദേശമായിട്ട് കണക്കാക്കുന്നത് ഇതിലേതാണ്? അതായത് ഇത് രണ്ടും വരുന്നുണ്ട്. A and B ഉത്തരമായിട്ട് എടുക്കാവുന്നതാണ്. ഏതൊക്കെയാണ്? ഓരോ പൊതു അധികാരത്തിന്റെ പ്രവർത്തനത്തിൽ സുതാര്യവും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുന്നതിന്, അതുപോലെ വിവരാവകാശത്തിന്റെ പ്രായോഗിക ഭരണക്രമം പ്രതിപാദിക്കുന്നതിനും, പൊതു അധികാരങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ പൗരന്മാർക്ക് വിവരം പ്രാപ്യമാക്കുന്നതിനും ഇത് രണ്ടും ശരിയായിട്ടുള്ള ആൻസർ ആണ്. ഇപ്പൊ വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ഉദ്ദേശം എയും ബി ആണ് കേട്ടോ. പഠിക്കാം. ഓക്കെ, 35ാമത്തെ ക്വസ്റ്റ്യൻ. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട അവകാശങ്ങൾ എന്തൊക്കെയാണെന്നാണ്. ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. സാധനങ്ങൾ വാങ്ങുമ്പോഴോ സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴോ ഉപഭോക്താക്കൾ വഞ്ചിക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ ഒരു അവകാശത്തിൽ പെടുന്നത്. ഓക്കെ, അടുത്തത് 36ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ്? മുതിർന്ന പൗരനുള്ള ദേശീയ നയം എന്താണ് വ്യക്തമാക്കുന്നത്? മുതിർന്ന പൗരനുള്ള ദേശീയ നയം എന്താണ് വ്യക്തമാക്കുന്നത് എന്നാണ് പറയുന്നത്.
ഏതാണ്? മേൽ പറഞ്ഞ എയും ബിയും ഉത്തരമായിട്ട് സ്വീകരിക്കാം എന്നാണ്. ഓക്കെ, എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത്? വയോജനങ്ങളുടെ സംരക്ഷണത്തിന് അനുയോജ്യമായ ചട്ടക്കൂട് സൃഷ്ടിക്കുന്നതിന് നടപടി സ്വീകരിക്കുക, പീഡനങ്ങളിൽ നിന്നും അവഗണനയിൽ നിന്നും വയോജനങ്ങളെ സംരക്ഷിക്കുക. ഇത് മുതിർന്ന പൗരനുള്ള ദേശീയ നയമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 37ാമത്തെ ക്വസ്റ്റ്യൻ, ഏതെല്ലാം അവകാശങ്ങളാണ് ഗാർഹികാതിക്രമങ്ങളിൽ നിന്നും ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 എടുത്തു പറയുന്നത് ഏതൊക്കെയാണെന്നാണ് കേട്ടോ. ഏതാണ്? ഓക്കെ, ഇതില് എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഹർജിക്കാരിക്ക് അതിക്രമങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള സംരക്ഷണ ഉത്തരവ്, ധനസഹായം അല്ലെങ്കിൽ ജീവനാംശം നൽകുന്നതിനുള്ള ഉത്തരവ്, കുട്ടികളുടെ താൽക്കാലിക സംരക്ഷണ ഉത്തരവ്, നഷ്ടപരിഹാര ഉത്തരവ് എന്നിവ. ഇതൊക്കെ എന്താണ്? ഈ ഒരു 2005 നിയമത്തിൽ എടുത്തു പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത് 38ാമത്തെ ക്വസ്റ്റ്യൻ, കുട്ടികൾക്ക് നേരെയുള്ള ലൈംഗികാതിക്രമത്തിന് പോക്സോ നിയമം 2013 പ്രകാരം എത്ര നാളത്തെ ശിക്ഷയാണ് നൽകുന്നത് എന്നാണ് കേട്ടോ. എത്രയാണ്? ഓപ്ഷൻ ബി കുറഞ്ഞത് 3 വർഷം എന്നുള്ളതാണ് ആൻസർ. ഓക്കെ, ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ, പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി SCERT കേരള തയ്യാറാക്കിയ കൈപുസ്തകം ഏതെന്നാണ് കേട്ടോ. അതായത് പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി SCERT കേരള തയ്യാറാക്കിയ കൈപുസ്തകം ഏതെന്നാണ്. ഓക്കെ, ഇതിലേതാണ് ആൻസർ ആയിട്ട് വരുന്നത്? കളിത്തോണിയാണ് ആൻസർ കേട്ടോ, കളിത്തോണി. അടുത്തത് 40ാമത്തെ ക്വസ്റ്റ്യൻ, ആത്മസാക്ഷാത്കാരം സാധ്യമാവണമെന്നുണ്ടെങ്കിൽ കർക്കശമായ അച്ചടക്കം അനിവാര്യമാണെന്ന് സിദ്ധാന്തിച്ചത്. ഓപ്ഷൻ എ ആശയവാദത്തിലാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത്, പിന്നോക്ക വിഭാഗക്കാരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി അയ്യങ്കാളി നയിച്ച സമരം ഏതെന്നാണ്. പിന്നോക്ക വിഭാഗക്കാരുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനാണ് കേട്ടോ, സ്കൂൾ വിദ്യാഭ്യാസത്തിനാണ്. ഇതൊക്കെ എന്താണ്? വില്ലുവണ്ടി സമരം, കല്ലുമാല സമരം, ചാന്നാർ ലഹള, ഇതൊക്കെ എന്താണ്? അയ്യങ്കാളി നേതൃത്വം കൊടുത്ത സമരങ്ങളാണ്. ഇതിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി അയ്യങ്കാളി നയിച്ച സമരമാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏതാണ്? ഓപ്ഷൻ ബി കണ്ടല ലഹളയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, കിൻഡർ ഗാർട്ടൻ ലോകത്തിന് സംഭാവന ചെയ്തത് എന്തെന്നാണ് കേട്ടോ. കിൻഡർ ഗാർട്ടൻ ലോകത്തിന് സംഭാവന ചെയ്തത് എന്തെന്നാണ്? ഏതാണ്? ഫ്രോബൽ ആണ്, ഫ്രോബൽ. ഓക്കെ, എന്താണ് ഈ ഒരു ഫ്രോബൽ എന്ന് പറയുന്നത്? അതായത് കുട്ടികളുടെ ചിന്താശേഷിയും സർഗാത്മകതയും ഒക്കെ വളർത്താനായിട്ട് ചില പ്രത്യേക കളിപ്പാട്ടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിനാണ് ഫ്രോബൽ എന്ന് പറയുന്നത് കേട്ടോ. പന്തുകള്, തടി കൊണ്ടുള്ള ബ്ലോക്കുകളും ഇതൊക്കെ കൊണ്ടുവന്നത് കിൻഡർ ഗാർട്ടൻ ആണ്. കിൻഡർ ഗാർട്ടൻ ലോകത്തിന് സംഭാവന ചെയ്തത് ഫ്രോബൽ. ഓക്കെ, എന്താണ് ഇതിന്റെ ആശയം എന്ന് വെച്ചാല് കുട്ടികളെ പുസ്തകങ്ങളൊക്കെ നോക്കി പഠിക്കുന്നതിനേക്കാളും വേഗത്തിൽ കളികളിലൂടെയും പാട്ടുകളിലൂടെയും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ളത് കേട്ടോ. അടുത്തത് 43ാമത്തെ ക്വസ്റ്റ്യൻ, പ്രകൃതി എന്ന അദൃശ്യയായ അധ്യാപികക്ക് അവളുടെ തത്വങ്ങൾക്കനുസരിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ തികഞ്ഞ സ്വാതന്ത്ര്യം വേണമെന്ന് പ്രസ്താവിച്ചത് ആരെന്നാണ് കേട്ടോ. പ്രകൃതി എന്ന അദൃശ്യയായ അധ്യാപികക്ക് അവളുടെ തത്വങ്ങൾക്കനുസരിച്ചുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ തികഞ്ഞ സ്വാതന്ത്ര്യം വേണമെന്ന്. ഓക്കെ, ഇത് ആരാണ് പ്രസ്താവിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ആരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണ് പറഞ്ഞിട്ടുള്ളത്. 44ാമത്തെ ക്വസ്റ്റ്യൻ, പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത് ആരാണെന്നാണ് കേട്ടോ. ഓക്കെ, ഏതിലാണെന്ന്? പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത് ഏതിലാണ്? ഓക്കെ, ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിലാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിലാണ് പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച, ഇൻസൈറ്റ് കൊണ്ടാണെന്ന് സിദ്ധാന്തിച്ചത് ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിലാണ്. ഓക്കെ, അടുത്തത് 45ാമത്തെ ക്വസ്റ്റ്യൻ, ബാല്യകാല വികാരങ്ങളുടെ സവിശേഷത അല്ലാത്തതാണ് ചോദിക്കുന്നത്. ബാല്യകാല വികാരങ്ങളുടെ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചത് സ്ഥിരതയാണ് കേട്ടോ, സ്ഥിരത. ഇനി ബാക്കിയുള്ളതൊക്കെ എന്താണ്? സവിശേഷതയിൽ പെടുന്നതാണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ലയാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും? എറണാകുളമാണ് എന്ത്? കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ, പക്വ വ്യക്തിത്വം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരെന്നാണ്? പക്വ വ്യക്തിത്വം അല്ലെങ്കിൽ മെച്ചോർഡ് പേഴ്സണാലിറ്റി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ആണ്, GW ആൽപോർട്ട് ആണ് കേട്ടോ, GW ആൽപോർട്ട്.
അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രൂപ്പുകളിൽ ഒരു വ്യക്തിയുടെ സാമൂഹ്യ ബന്ധത്തിന്റെ അളവ് നിശ്ചയിക്കാനും അയാളുടെ സ്വീകാര്യതയും അയാളോടുള്ള വിമുഖതയും എത്രമാത്രമാണ് പരിശോധിക്കുവാനുമുള്ള മാർഗമാണ് ചോദിച്ചത്. അതായത് ഒരു ഗ്രൂപ്പുകളിൽ ഒരു വ്യക്തിയുടെ സാമൂഹ്യ ബന്ധത്തിന്റെ അളവ് നിശ്ചയിക്കാനും അയാളുടെ സ്വീകാര്യതയും അയാളോടുള്ള വിമുഖതയും എത്രമാത്രമാണെന്ന് പരിശോധിക്കുവാനുള്ള മാർഗമാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി സാമൂഹ്യ ബന്ധ പരിശോധന. ഓക്കെ, സോഷ്യോമെട്രിക് ടെക്നിക്കാണ്. ഇനി വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ഒരു സജീവ പഠന രീതിയായ ക്രിയാഗവേഷണത്തിന്റെ ആവിഷ്കർത്താവ് ആരെന്നാണ്? ക്രിയാഗവേഷണത്തിന്റെ ആവിഷ്കർത്താവാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി സ്റ്റീഫൻ എം കോറിയാണ്. അടുത്തത്, പിയാഷയുടെ ഇന്ദ്രികജാലക ഘട്ടത്തിന്റെ സവിശേഷതകളിൽ പെടാത്തത്. പിയാഷയുടെ ഇന്ദ്രികജാല ഘട്ടത്തിന്റെ സവിശേഷതകളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഭാഷ വികസിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ്, അതായത് ഈ 10 ക്വസ്റ്റ്യൻസോളം എന്ത് വരുന്നുണ്ട്, ഈ ഒരു സിലബസ് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞിട്ടുള്ളത് സൂപ്പർവൈസർ പോസ്റ്റിലേക്കുള്ള എക്സാം ആണ്. എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ICDS കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു 10 ക്വസ്റ്റ്യൻസ് മറ്റൊരു സിലബസ് എന്ന് ചോദിച്ചിട്ടുള്ളതാണ്, അതിന്റെ സിലബസ് എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ജനറൽ ക്വസ്റ്റ്യൻസ് ആണ് ഇനി അങ്ങോട്ടുള്ളത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹ്യ സുരക്ഷയ്ക്ക് കേരള സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളിൽ പെടാത്തത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹ്യ സുരക്ഷയ്ക്ക് കേരള സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളിൽ പെടാത്തത് ഏതെന്നാണ് ചോദിച്ചത്. ഇതില് ഹോപ്പ് ആണ് കേട്ടോ. ബാക്കി നിർഭയ, അപരാജിത, പിങ്ക് പോലീസ്, ഇതൊക്കെ എന്താണ്? സ്ത്രീകളുടെയും കുട്ടികളുടെയും സാമൂഹ്യ സുരക്ഷയ്ക്ക് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതികളാണ്. ഓക്കെ, ഹോപ്പ് എന്ന പദ്ധതി അതായത് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പഠന പിന്നോക്കാവസ്ഥ നേരിടുന്ന കുട്ടികളെ സഹായിക്കുന്നതിനായിട്ട് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് ഹോപ്പ്. വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഹോപ്പ് ട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് എന്നാണ്? സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് എന്നാണ്? ഓപ്ഷൻ എ ആയിട്ടുള്ള 1961 സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത്. 1961. അടുത്തത് 53-ാമത്തെ ക്വസ്റ്റ്യൻ, പുളിക്കുന്ന മുന്തിരി ശൈലി താഴെ പറയുന്നതിൽ ഏത് സമായോജന ക്രിയാതന്ത്രങ്ങൾക്ക് ഉദാഹരണമാണ്? പുളിക്കുന്ന മുന്തിരി ശൈലി താഴെ പറയുന്നതിൽ ഏത് സമായോജന ക്രിയാതന്ത്രങ്ങൾക്ക് ഉദാഹരണമാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, യുക്തീകരണമാണ് കേട്ടോ. അടുത്തത്, WHO നിർദ്ദേശിക്കുന്ന ജീവിത നൈപുണികളിൽ പെടാത്തത് ഏത്? WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിർദ്ദേശിക്കുന്ന ജീവിത നൈപുണികളിൽ പെടാത്തത് ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ബഹുമുഖ ബുദ്ധിയാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം 2009 പ്രകാരം സൗജന്യവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം 6-നും 14-നും ഇടയിലുള്ള എല്ലാവർക്കും നൽകാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രായത്തിന് അനുയോജ്യമായ ക്ലാസ്സിൽ ചേർന്ന് പഠിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ആക്ട് താഴെ പറയുന്നവയിൽ ഏതാണ്? ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് പ്രായപൂർത്തിക്ക് അനുയോജ്യമായ ക്ലാസ്സിൽ ചേർന്ന് പ്രായത്തിന് അനുയോജ്യമായ ക്ലാസ്സിൽ ചെന്ന് പഠിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്ന ആക്ട് താഴെ പറയുന്നവയിൽ ഏതെന്നാണ് ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. ഏതാണ്? റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ആണ്. ഓക്കെ, ചിലപ്പോ ഇതിന്റെ എന്താണ് ഫുൾ ഫോം കൊടുക്കൂല, അപ്പൊ RPWD ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കുട്ടികളുടെ വ്യക്തിഗത കുടുംബ സാമൂഹ്യ സാഹചര്യങ്ങളും ആരോഗ്യ വിദ്യാഭ്യാസ അവസ്ഥയും വിശകലനം ചെയ്ത് കുട്ടികൾക്ക് അനുയോജ്യമായി തയ്യാറാക്കുന്ന വ്യക്തിഗത വിദ്യാഭ്യാസ പരിപാടിയാണ് ഏത്? ഏതാണ് ആൻസർ? ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്ലാൻ ആണ്. ഓപ്ഷൻ ബി. അടുത്തത്, വൈദ്യുതാഘാതം സംഭവിക്കുമ്പോൾ ചെയ്യാൻ പാടില്ലാത്തത് ഏതെന്നാണ്? മെയിൻ സ്വിച്ച് ഓർ അനുബന്ധ സ്വിച്ച് ഓഫ് ആക്കുക എന്നുള്ളതാണോ? ഓക്കെ, നമുക്ക് ഇതിന്റെ ആൻസർ നോക്കാം. ഇതിൽ ഏതാണ്? ഓപ്ഷൻ സി, അതായത് വൈദ്യുത ബന്ധത്തിൽ നിന്ന് വേർപെടുത്താൻ ശക്തിയായി പിടിച്ചു തള്ളാൻ പാടില്ല അല്ലെ. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്താണ്? ചെയ്യാൻ പാടുള്ള കാര്യങ്ങളാണ് കേട്ടോ. 58-ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവർ കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ്? തിമിരം, ഗ്ലോക്കോമ, ചെങ്കണ്ണ്, മയോപ്പിയ. ഇതിലേതാണ് ഈ ഒരു കൂട്ടത്തിൽ പെടാത്തത്? ഏതൊക്കെയാണ്? ഓപ്ഷൻ സി ആണ്, ചെങ്കണ്ണാണ് കേട്ടോ. തിമിരം, ഗ്ലോക്കോമ, മയോപ്പിയ, ചെങ്കണ്ണ്. ഓക്കെ, ഈ ചെങ്കണ്ണ് എന്നുള്ളത് എന്താണ്? പകർച്ചവ്യാധിയാണ് കേട്ടോ, ഒരു പകരുന്ന അസുഖമാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഓരോ വൈറ്റമിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് എന്ത്? തിമിരം, ഗ്ലോക്കോമ, മയോപ്പിയ ഒക്കെ. ഓക്കെ, ഓപ്ഷൻ സി ചെങ്കണ്ണാണ് പെടാത്തത്. 59-ാമത്തെ ക്വസ്റ്റ്യൻ, വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കുട്ടികൾക്ക് മാനസിക സാമൂഹിക പിന്തുണ നൽകുന്നതിനുള്ള പരിപാടിയാണ് ചോദിച്ചത്. ഓക്കെ, ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സർഗവസന്തമാണ്. ഓപ്ഷൻ എ സർഗവസന്തം.
ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 60ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ വിറ്റാമിനുകളുടെ അപര്യാപ്തത രോഗമല്ലാത്തത് ഏതെന്നാണ് കേട്ടോ. ഇതിൽ ഏതാണ് വിറ്റാമിനുകളുടെ അപര്യാപ്തത രോഗമല്ലാത്തത്? ഡയബറ്റിസ് ആണ് ആൻസർ. ഓക്കെ, ബാക്കി നിശാന്തത, റിക്കറ്റ്സ്, സ്കർവി. നിശാന്തത എന്താണ്? വൈറ്റമിൻ എയുടെ കുറവ് മൂലമാണ്. സ്കർവിയോ പിന്നെ വൈറ്റമിൻ സിയുടെ കുറവ് മൂലമാണ്. അതുപോലെ റിക്കറ്റ്സ് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ് കേട്ടോ. ഡയബറ്റീസ് എന്താണ്? പ്രമേഹം ഒരു വിറ്റാമിന്റെ അപര്യാപ്തത രോഗമല്ലാത്തതാണ്. ഓക്കെ ഓക്കെ, ഇനി 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേരള സംസ്ഥാന സമ്പൂർണ്ണ കായികക്ഷമതാ പദ്ധതി ശുപാർശ ചെയ്യുന്ന 10 വയസ്സുള്ള ഒരു ആൺകുട്ടിയുടെ BMI അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് നിരക്ക് താഴെ തന്നിരിക്കുന്നവയിൽ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ്. എന്താണ്? ലോവർ എൻഡ് ഓഫ് BMI 14.3, അപ്പർ എൻഡ് ഓഫ് BMI 21.21 എന്നുള്ളതാണ് ആൻസർ കേട്ടോ. ഓക്കെ, അടുത്തത് ഹൊവാർഡ് ഗാർഡനർ അവതരിപ്പിച്ച ബഹുമുഖ ബുദ്ധിയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? ഓക്കെ, ബഹുമുഖ ബുദ്ധിയിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ്? ഓപ്ഷൻ ബി സാംസ്കാരികപരമായ ബുദ്ധി. അടുത്തത് 63ാമത്തെ ക്വസ്റ്റ്യൻ. ദേശീയ വിദ്യാഭ്യാസ നയം 2020 അനുസരിച്ച് താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇതിൽ ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 2 മുതൽ 7 വയസ്സ് വരെയാണ് ഫൗണ്ടേഷൻ സ്റ്റേജ് എന്നുള്ളതാണ് തെറ്റാവുന്നത്. ബാക്കിയൊക്കെ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് കേട്ടോ. 3 വർഷത്തെ അംഗൻവാടി വിദ്യാഭ്യാസം ഇതിൽ ഉൾപ്പെടും. അംഗൻവാടികൾ സ്കൂളിനൊപ്പം പ്രവർത്തിച്ച് ബാലവാടികൾ സ്കൂൾ കോമേഴ്സ് പ്രവർത്തനമാക്കേണ്ടതാണ്. അതുപോലെ എന്താണ്? അടിസ്ഥാനപരമായ ഭാഷാ ഗണിത ശേഷി ഇക്കാലയളവിൽ ആർജിക്കുന്നതിന് പ്രാധാന്യം നൽകേണ്ടതാണ്. ഇതൊക്കെ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇനി കുട്ടികൾക്ക് നൽകേണ്ട പ്രധാന വാക്സിനേഷനുകളെ കുറിച്ച് പട്ടിക ഇവിടെ നൽകിയിരിക്കുന്നു. ഏത് പ്രസ്താവനയാണ് ശരിയെന്ന് കണ്ടെത്തുക എന്നാണ്. ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യന് PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഡിലീറ്റ് ചെയ്ത. ഓക്കെ, ഇനി 65ാമത്തെ ക്വസ്റ്റ്യൻ. ഭക്ഷ്യവസ്തുക്കളിലെ മായത്തെ കുറിച്ച് പരാതി നൽകാൻ നമ്മെ സഹായിക്കുന്ന വെബ്സൈറ്റ് ഏതെന്നാണ് കേട്ടോ. ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ. www.fssai.gov.in. എന്താണ് ഇതിന്റെ ഫുൾ ഫോം? ഒരു ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആണ് കേട്ടോ. FSSAI ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ.gov.in ആണ്. 66ാമത്തെ ക്വസ്റ്റ്യൻ. ജങ്ക് ഫുഡ് കഴിക്കുന്ന കുട്ടികളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവന ശരിയല്ലാത്തത് ഏതെന്നാണ് കേട്ടോ. ജങ്ക് ഫുഡ് കഴിക്കുന്ന കുട്ടികളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. പോഷക സമൃദ്ധമായ ഭക്ഷണം തെറ്റാണ്. ഓക്കെ, ഇതാണ് ഇതിലെ ആൻസർ ആയിട്ട് വരുന്നത്. 67ാമത്തെ ക്വസ്റ്റ്യൻ. ചെറിയ കുട്ടികളിൽ സാധാരണ കണ്ടുവരാറുള്ള പകർച്ചവ്യാധികളിൽ പെടാത്തത് ഏതെന്നാണ്? ചെറിയ കുട്ടികളിൽ സാധാരണ കണ്ടുവരാറുള്ള പകർച്ചവ്യാധികളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിലേതാണ്? നിശാന്തതയാണ്. നിശാന്തത ഒരു പകർച്ചവ്യാധി അല്ല. എന്താ നമുക്ക് പറയാം? എന്താണ്? വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാവുന്ന അസുഖമാണ് അല്ലെ. ഇനി ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ നടക്കുന്ന രാജ്യത്തെ ഏറ്റവും വ്യാപകമായ കേന്ദ്രം, അതായത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ നടക്കുന്ന രാജ്യത്തെ ഏറ്റവും വ്യാപകമായ കേന്ദ്രമാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 68ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി അങ്കണവാടികളിലാണ്. 69ാമത്തെ ക്വസ്റ്റ്യൻ. ADHD പൂർണ്ണരൂപം. ADHDയുടെ പൂർണ്ണരൂപമാണ് ചോദിച്ചത് കേട്ടോ. ഇതിലേതാണ്? ഓപ്ഷൻ ഡി അറ്റൻഷൻ ഡെഫിക്റ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ആണ് ADHD. അറ്റൻഷൻ ഡെഫിക്റ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. 70ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ കുട്ടിയുടെ ദീർഘകാലത്തെ പഠന തെളിവുകളുടെ ശേഖരം. കുട്ടികളുടെ ദീർഘകാലത്തെ പഠന തെളിവുകളുടെ ശേഖരമാണ് ചോദിച്ചത്. 70ാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓപ്ഷൻ സി പോർട്ട്ഫോളിയോ. അടുത്തത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ശാസ്ത്രീയ നവീകരണം ലക്ഷ്യമിട്ട് 2017 മുതൽ നടത്തിവരുന്ന അധ്യാപക ശാക്തീകരണ പരിപാടി അന്വേഷിച്ചു. പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ശാക്തീകരണം നവീകരണം ലക്ഷ്യമിട്ട് 2017 മുതൽ നടത്തിവരുന്ന അധ്യാപക ശാക്തീകരണ പരിപാടിയാണ്. ഓക്കെ, ഏതാണ്? പ്രശിക്ഷാണ് കേട്ടോ. പ്രശിക്ഷ. 72ാമത്തെ ക്വസ്റ്റ്യൻ. ശിശുക്ഷേമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അന്തർദേശീയ സംഘടനയാണ്. ശിശുക്ഷേമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അന്തർദേശീയ സംഘടന, ഇന്റർനാഷണൽ സംഘടനയാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലേതാണ്? യുനിസെഫ് ആണ് കേട്ടോ. യുനിസെഫ്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായി പരിഗണിക്കാൻ കഴിയാത്തത് ഏതാണ്? വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യമായി തന്നെ സമ്പാദനം അല്ലെ ഇതിലെ ആൻസർ. ഓക്കെ, അടുത്തത് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ സി ജൂലൈ 11 ജനസംഖ്യാ ദിനം.
ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പരാമർശിക്കുന്ന ഹാപ്പി സ്കൂൾ സങ്കല്പം ഏത് രാജ്യത്തെ വിദ്യാഭ്യാസ രീതിയോട് കടപ്പെട്ടിരിക്കുന്നു? ഈ ഒരു ഹാപ്പി സ്കൂൾ സങ്കല്പം 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പരാമർശിക്കുന്ന ഹാപ്പി സ്കൂൾ സങ്കല്പം ഏത് രാജ്യത്തെ വിദ്യാഭ്യാസ രീതിയോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? ഫിൻലാൻഡ് ആണ് കേട്ടോ. താഴെ പറയുന്നവയിൽ വേദകാല വിദ്യാഭ്യാസത്തിന്റെ സവിശേഷതയല്ലാത്തത് എന്നാണ്? വേദകാല വിദ്യാഭ്യാസത്തിന്റെ സവിശേഷതയല്ലാത്തത്. ഓക്കെ, ഇതിലേതാണ്? ജാതി പരിഗണന കൂടാതെ ഏവർക്കും വിദ്യാഭ്യാസം എന്നുള്ളതാണ് വേദകാല വിദ്യാഭ്യാസത്തിന്റെ സവിശേഷതയല്ലാത്തത്. ഓക്കെ, ഇനി 77ാമത്തെ ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസത്തിന്റെ ഘടന 10+2+3 എന്ന പഠന സംവിധാനം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത് ഏതാണ്? ദേശീയ വിദ്യാഭ്യാസ നയം 1968 കേട്ടോ. അടുത്തത്, സംയോജിത ശിശുവികസന സേവന പദ്ധതി ICDS കീഴിലുള്ള സേവനങ്ങളിൽ പെടാത്തത്. ഇതിലെ ICDSന്റെ സേവനങ്ങളിൽ പെടാത്ത കാര്യമാണ് ചോദിച്ചത്. ഇതിലേതാണ്? സ്ത്രീകൾക്കുള്ള തൊഴിലുറപ്പ് പദ്ധതിയിൽ പെടുന്ന അല്ലെ? ബാക്കിയൊക്കെ ഇതിൽ പെടുന്നതാണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പ്രതിപാദിക്കുന്നവയിൽ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ്? ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന? ബി പറയുന്നത് 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അതായത് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ ഒരു ഗ്രാമത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള എല്ലാ വോട്ടർമാരും ചേർന്ന സംവിധാനമാണ് ഗ്രാമസഭ. അതുപോലെ പിന്നെ എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 243 ഗ്രാമസഭകളെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തത് തെറ്റാണ് കേട്ടോ. ഗ്രാമസഭയുടെ ക്വോറം പ്രസ്തുത പ്രദേശ സമുദായങ്ങളുടെ എണ്ണത്തിൽ 20% ആയിരിക്കും എന്നുള്ളത് തെറ്റാണ്. അടുത്ത 80ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഗ്രാമപഞ്ചായത്ത് അംഗമാകാനുള്ള യോഗ്യതകൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാമാണെന്ന്? ഗ്രാമപഞ്ചായത്ത് അംഗമാകാനുള്ള യോഗ്യതകളാണ് ചോദിച്ചത് കേട്ടോ. ഇതിൽ ഓപ്ഷൻ സി ആയിട്ടുള്ള 1ഉം 2ഉം ആണ് യോഗ്യതകൾ. ഏത്? പ്രസ്തുത ഗ്രാമപഞ്ചായത്തിലെ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിലെ പട്ടികയിൽ പേരുണ്ടായിരിക്കണം. അതുപോലെ പിന്നെന്താണ്? നോമിനേഷൻ സമർപ്പിക്കുന്ന തീയതിയിൽ 21 വയസ്സ് പൂർത്തിയായിരിക്കണം. ഇത് രണ്ടുമാണ് വേണ്ടത്. 81ാമത്തെ ക്വസ്റ്റ്യൻ, കേരള പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ എത്രാമത്തെ വകുപ്പിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുള്ള ഓംബുഡ്സ്മാനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? എത്രാമത്തെ വകുപ്പിലാണ് ഓംബുഡ്സ്മാനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 271ാം വകുപ്പിലാണ് കേട്ടോ. ഓപ്ഷൻ ബി. 82ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2006 നിലവിൽ വന്നപ്പോൾ ആദ്യഘട്ടത്തിൽ കേരളത്തിൽ ഏതൊക്കെ ജില്ലകളിൽ പദ്ധതി ആരംഭിച്ചു എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. ഏതൊക്കെ ജില്ലകളിലാണ് ആദ്യഘട്ടത്തില് പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്? ഓക്കെ, എവിടെയാണ്? 1ഉം 3ഉം, അതായത് വയനാട്ടിലും പാലക്കാടും ആണ് കേട്ടോ. വയനാട് ജില്ലയിലും പാലക്കാടിലുമാണ് ആദ്യമായിട്ട് ഈ ഒരു പദ്ധതി വന്നപ്പോ ആദ്യമായിട്ട് ഈ ജില്ലകളിലൊക്കെയാണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. അടുത്തത് 83ാമത്തെ ക്വസ്റ്റ്യൻ, വികേന്ദ്രീകൃത ആസൂത്രണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ വിഷയം ഏതെന്നാണ്? വികേന്ദ്രീകൃത ആസൂത്രണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ തെറ്റായ വിഷയം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിലേതാണ്? 3 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി കേരള വികസന പദ്ധതി എന്ന പേരിൽ വികേന്ദ്രീകരണം ആസൂത്രണം നടത്തി വരുത്തി എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, ബാക്കിയുള്ളത് ശരിയാണ് കേട്ടോ. 84ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന ഫണ്ട് സംബന്ധിച്ച് സംസ്ഥാന ബഡ്ജറ്റിൽ ഏത് അനുബന്ധത്തിലാണ് പ്രവർത്തിക്കുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള വികസന ഫണ്ട് സംബന്ധിച്ച് സംസ്ഥാന ബഡ്ജറ്റിന്റെ ഏത് അനുബന്ധത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ്? ഓപ്ഷൻ ഡി, അനുബന്ധം 4ലാണ്. അടുത്തത്, കേരള പഞ്ചായത്ത് രാജ് നിയമത്തിന്റെ എത്രാം പട്ടികയിലാണ് ഗ്രാമപഞ്ചായത്തുകളുടെ ചുമതലയെ സംബന്ധിക്കുന്നത്? എത്രാമത്തെ പട്ടികയിലാണ്? ഓപ്ഷൻ ബി, 3ആം പട്ടികയിലാണ് കേട്ടോ. അടുത്തത്, കേരളത്തിലെ പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ എണ്ണം സംബന്ധിച്ച് താഴെ പ്രതിപാദിച്ചിരിക്കുന്നതിന് ശരിയായത് ഏതെന്നാണ്? സ്ഥാപനങ്ങളുടെ എണ്ണം സംബന്ധിച്ച് ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ എ ആണ്, അതായത് 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 941 ഗ്രാമപഞ്ചായത്തുകൾ, 150 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 14 ജില്ലാ പഞ്ചായത്തുകൾ, ഇതാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. അടുത്തത്, ഗ്രാമപ്രദേശങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി 1995-96 നബാർഡ് ആരംഭിച്ചതും ഇപ്പോഴും തുടരുന്നതുമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഗ്രാമപ്രദേശങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട്, RIDF. 88ാമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളിലൂടെ നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ശുചിത്വ പദ്ധതിയാണ്. ഇതിൽ ഏതാണ് ആ ശുചിത്വ പദ്ധതി? സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ ആണ് കേട്ടോ.
കേന്ദ്ര സർക്കാരിന്റെ ശുചിത്വ പദ്ധതിയാണ് ചോദിച്ചത്. 59ാമത്തെ ക്വസ്റ്റ്യൻ, നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി പൊതുജനാരോഗ്യ സംവിധാനം മെച്ചപ്പെടുത്തുന്നതിന് കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി. നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയ പദ്ധതിയാണ്. അപ്പൊ ഇതിലേതാണ്? ഓപ്ഷൻ സി ആർദ്രമാണ് കേട്ടോ. 90ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ പട്ടിക വിഭാഗങ്ങളുടെ വികസന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണ പരിശീലന പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ സ്ഥാപനം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ്? കിർത്താഡ്സ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാമപഞ്ചായത്തുകളിലെ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷൻ ആര്? ഗ്രാമപഞ്ചായത്തുകളിലെ ആസൂത്രണ സമിതിയുടെ അധ്യക്ഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിലേതാണ്? ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ്. 92ാമത്തെ ക്വസ്റ്റ്യൻ, ഹരിത കേരളം മിഷൻ ഊന്നൽ നൽകുന്ന വിഷയമേഖലകൾ ഏതെല്ലാം? ഹരിത കേരളം മിഷൻ ഊന്നൽ നൽകുന്ന വിഷയമേഖലകളിൽ ഇതിൽ ഏതെല്ലാമാണ്? 1, 2, 3 എന്നിവ. 3 എന്താണ് ഇതിൽ പെടുന്നത്? ശുചിത്വ മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം. ഓക്കെ. 93ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഗ്രാമപഞ്ചായത്തുകളിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം? സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം ആണ്? ഓക്കെ, ഇതിൽ 1, 2, 3, 4 എന്നിവ മാത്രമാണ് കേട്ടോ. അതായത് ധനകാര്യം, വികസനം, ക്ഷേമകാര്യവും ആരോഗ്യവും വിദ്യാഭ്യാസവും പൊതുമരാമത്ത് ഇതിൽ പെടുന്നതല്ല. ഓക്കെ. കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചുമതല വരുന്ന വിഷയങ്ങൾ താഴെ പറയുന്നവയിൽ ഏതെല്ലാം? പ്രകാരം ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചുമതല വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? 1, 2, 3, 4 എന്നിവയെല്ലാമാണ് കേട്ടോ. ഇത് 4ഉം ഇതിൽ പെടും. പട്ടികജാതി പട്ടികവർഗ വികസനം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സാമൂഹ്യ ക്ഷേമം, സാമൂഹ്യ സുരക്ഷാ പ്രവർത്തനം. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസി ഏതാണ്? മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കേരളത്തിലെ നോഡൽ ഏജൻസി ഏതെന്നാണ് കേട്ടോ. ഏതാണ്? കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 96ാമത്തെ ക്വസ്റ്റ്യൻ, നിരാലംബരും നിർധരരുമായ കുടുംബങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്തെന്നാണ്? ഓക്കെ, ഇതിലേതാണ് ആ പദ്ധതി? ഓപ്ഷൻ ബി അഗതി രഹിത കേരളമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഗ്രാമപഞ്ചായത്ത് സംവിധാനത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നത്? ഗ്രാമപഞ്ചായത്തിനെ പറ്റി പ്രതിപാദിക്കുന്നത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ്? നമുക്കറിയാം, ഏതാണ്? ആർട്ടിക്കിൾ 40-ലാണ് അല്ലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 98ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഒരു ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്തത്, സംസ്ഥാന തലത്തിൽ 2021 മികച്ച ഗ്രാമപഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫി അവാർഡിൽ 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത്. 2021 മികച്ച പഞ്ചായത്തുകൾക്കുള്ള സ്വരാജ് ട്രോഫി നേടിയ 1ാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്താണ് 2021 ആണ് കേട്ടോ. ഏതാണ്? പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്താണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണം ഗ്രാമവികസനം എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? തദ്ദേശ സ്വയംഭരണ ഗ്രാമവികസന എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? MB രാജേഷ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓരോ ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ICDS സൂപ്പർവൈസർ തസ്തികയിലേക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ കുറെ ക്വസ്റ്റ്യൻസ് ജനറൽ ആയിട്ടുള്ളതുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി പോവാം. ബാക്കിയുള്ളതും എന്താണ് ചിലപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിലുണ്ട് കേട്ടോ. ഓക്കെ, പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കി പോകട്ടോ അതൊക്കെ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.